ചാരു, ആ കനക പറഞ്ഞ പോലെ കല്യാണം മുടക്കോ? എനിക്കറിയില്ല റുക്കു. ശരാ, ഒരു കല്യാണം നടത്താൻ എന്തൊരു പാടാ. എനിക്ക് വയ്യ ചാരു. ഇനി ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ മരിക്കും. ഞാൻ ജീവിച്ചിരിക്കത്തില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ചുമ്മാ നെഗറ്റീവ് അടിക്കാണ്ടിരിക്കും. നമ്മുടെ കല്യാണം നമ്മൾ നടത്തും. എല്ലാം സെറ്റാവും കേട്ടോ. കാത്തിരുന്ന് മടുത്ത്. എന്താ റുക്കു? ചാരു, എന്തോ സൗണ്ട് കേട്ടു. എവിടെ? ഞാൻ കേട്ടില്ലല്ലോ. എന്തോ വീഴുന്ന സൗണ്ട് കേട്ടു. ചുമ്മാ തോന്നിയതായിരിക്കും. കിടക്കാൻ നോക്ക്. അല്ല, ഇല്ല, കിടക്ക്. ആ, വളം നോക്കട്ടെ. അയ്യോ, ഇതെന്ത് വളയാ? കല്യാണത്തിന് അവിടെ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നില്ലേ ഒരു സ്വർണ്ണവള എന്തൊക്കെയോ? അതൊക്കെ എവിടെ? രണ്ടാമത് വീട്ടിൽ പോയില്ലേ? ആ, അതൊക്കെ അവർ പിടിച്ചു വാങ്ങിച്ചു വെച്ചു. കല്യാണത്തിന് എങ്ങനെ നമ്മൾ ഇതൊക്കെ ഇട്ടോണ്ട് പോവാ? അവിടെയൊക്കെ ആൾക്കാരുള്ളവര് അവരെന്ത് വിചാരിക്കും? കല്യാണ പെണ്ണ് ഇങ്ങനെയാണോ വരുന്നത്? ഇതിപ്പോ അതേ നോക്കിയേ, എൻ്റെ ഇങ്ങനത്തെ സാധനത്തിലൊക്കെ ഇടാൻ പറ്റിയ ഫാൻസി സാധനമില്ല. തൽക്കാലം നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലോ? ചാരു, ചാരു, ഓ, ദാ ഇതെല്ലാം എടിപ്പിക്കേ റുക്കൂനെ. അയ്യോ വേണ്ട ചാരു, ഇച്ചി ഇതൊക്കെ സ്വർണ്ണമല്ലേ. പിന്നെ കല്യാണ പെണ്ണ് സ്വർണ്ണം ഇടൂലേ? നോക്ക്, നീ ഞങ്ങളുടെ കൂടെ വരുമ്പോ ഇതൊക്കെ ഇടാണ്ട് എങ്ങനെയാ വരുന്നേ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാണക്കിടല്ലേ ചാരു? പിന്നല്ലാണ്ട് ദാ ഇത് ഇച്ചയല്ലേ, കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു കൊടുക്കാം. മുല്ലപ്പൂ വെച്ചില്ലേ? ഇല്ലിച്ചി. ചോ പെരുമാളെ, സമയം പോച്ച്. അല്ലിച്ചി, കനക എവിടെ? അത് താൻ നാനും യോസിച്ചേ. രാവിലെ മുതൽ കാണവേ ഇല്ലേ? കല്യാണത്തിന്റെ ഒരുക്കങ്ങളായിട്ട് ഓടി നടക്കുകയായിരിക്കും. ജേട്ടനെ കണ്ടോ? നിന്റെ ജയണ്ണനെ അവിടെ പവി ഒരുക്കുന്നുണ്ട്. കവലപ്പെട വേണ. എന്താ ചാരു, നീ നല്ല വെച്ചോട്. എനിക്കിതൊന്നും தெரியாது. അങ്ങല്ലേ അങ്ങനെ നിൽക്കണം. തുടങ്ങാൻ പോകണം. അതെ മോനെ, ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മൾ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടല്ലേ? എന്നിട്ടും നീ അതൊന്നും മനസ്സിൽ വയ്ക്കാതെ എനിക്കൊരാവശ്യം വന്നപ്പോൾ നീയല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? അത് തന്നെ, ദേഷ്യങ്ങളും നമ്മൾ മനസ്സിലിട്ടുകൊണ്ടിരിക്കുക. അതാണ് സത്യം പറയാലോ മോനെ. നിന്നെ ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാനും അങ്ങനെ തന്നെ, എൻ്റെ മച്ചനെ പോലെയാണ് അണ്ണനെ കണ്ടിരിക്കുക. ആണാ? ഓ, ഞാൻ പലപ്പോഴായിരിക്കും നമ്മൾ എന്തിനെങ്കിലും വഴക്ക് കൂടിയതല്ലേ? അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അതാണ് സ്നേഹമുള്ളിടത്തല്ലേ വഴക്കുണ്ടാക്കാൻ പറ്റും. അതാണ് ചട്ടിയും കുട്ടിയും തട്ടിയും മുട്ടി. ചട്ടിയും കലമാകുമ്പോ തട്ടിയും മുട്ടി എന്നൊക്കെ ഇരിക്കും. ചട്ടിയും കുട്ടി, അതെന്തൊരു കുട്ടി? അല്ല, അത് തന്നെ, ആ സാധനം തന്നെ.
ശരി വിഗും കൂടെ വേണമായിരുന്നു കേട്ടാ വിളിച്ചേ. വിക്ക് വേണ്ട, അത് എനിക്ക് ഞാൻ വിക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം അന്ന് ഞാൻ ഒരു ദിവസം രുക്കുവിൻ്റെ അടുത്ത് ഞാൻ വിക്കും വെച്ചോണ്ട് പോയി. അപ്പോൾ രുക്കു പറഞ്ഞു, ജയൻ ചേട്ടാ വിക്ക് വയ്ക്കുമ്പോൾ ചേരൂല, വിക്ക് വയ്ക്കണ്ട. ജയൻ ചേട്ടൻ വിക്ക് ഇല്ലാതെ ജയൻ ചേട്ടാ കാണാനായിട്ട് ഫഹദ് ഫാസിലിനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ സിനിമ തന്നെ ഫഹദ് ഫാസിലില്ലേ, അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ, അതുപോലെ പിന്നെ അതുകൊണ്ടാണ് കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ വിക്ക് വയ്ക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാച്ച് വെച്ചേനെ. 10,000 രൂപ കൊടുത്താൽ കിട്ടുമെന്ന് പറയാനായിട്ട്. 5,000 രൂപ എടുത്താൽ കിട്ടും. നമ്മൾ അന്ന് മറ്റേ വാങ്ങിച്ചില്ലേ? 10,000 അത് വാടക. അല്ല, പുള്ളിയുടെ കയ്യിലുണ്ട് ഇഷ്ടംപോലെ വിക്കുകൾ കാണും. അപ്പൊ അവര് പറഞ്ഞോണ്ടാണ് ഞാൻ വയ്ക്കാത്തത്. ശരി, വിക്കുകളുണ്ടെങ്കിൽ നമ്മള് ബാക്കി ആൾക്കാർ കാണുമ്പോ ഒരു രസമല്ലേ? ഇത് വേണ്ട, ഇത് തന്നെ നല്ല രസമല്ലേ? അല്ലെങ്കിൽ ലുക്ക് പറയും എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അനങ്ങല്ലേ, കരി കൊണ്ടുള്ള പരിപാടിയാണ്. അനങ്ങല്ലേ അല്ലേ? എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം നമ്മൾ കാണിക്കാവും. ഞാൻ മറ്റേ ബ്യൂട്ടി പാർലറിൽ പോകാന്ന് വിചാരിച്ചതാണ്. എന്തിന്? അപ്പൊ അത് തന്നെ വേണ്ട. ഞാനുള്ള ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യം പൈസ കൊണ്ട് കളയാന്നുള്ള. അവിടെ ഓരോ ആൾക്കാരൊക്കെ രാവിലെ 5 മണി തൊട്ടാണ് അവിടെ പോയിരിക്കണം. 4:30 5 മണിക്കൊക്കെ പോയിരുന്നു. അതിന്റെ ആവശ്യം എന്ത്? നമ്മളവിടെ ഇരിക്കുമ്പോൾ അതാണ് കാര്യമൊന്നുമില്ല. നമുക്കൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ കടക്കുന്നില്ലേ കഴിഞ്ഞ ഇവിടെ ഒരു ചെറിയൊരു കുനുപ്പ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ഇവിടുത്തെ ഒരു ഉണ്ണിയില്ലേ, ആ ഉണ്ണി പോലെ ഒരുപാട് ഉണ്ണി കൊണ്ട് കഴിയുമ്പോൾ ബ്യൂട്ടി മാർക്ക് എന്നാണ് അതിനെ പറയാം. കണ്ണൂടായിരിക്കാനല്ല, ഇത് ഇടുമ്പോൾ ഒരു ചെറിയ സൗന്ദര്യമാണ്. ചില ആൾക്കാർ ഇപ്പൊ ടാറ്റു ഒക്കെ ചെയ്യുന്നത് ചെറിയ അപ്പുറത്ത് അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. അത് ഇത് പോയിരിക്കാൻ നമ്മൾ മറ്റേ പിള്ളേർക്ക് പൗഡർ ചെയ്യൂലേ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഇത് നമ്മള് പണ്ട് ഞാൻ ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ആണാ? പിന്നെ ഇവിടെ ഒരു കട ഇടാറുണ്ട് അതുപോലത്തെ. എവിടെ കട? നമ്മളെ ഇടാണ് നമ്മള് ഈ അലുവയും എല്ലായിട്ടും നടക്കുന്നുണ്ടേ. ഒന്നും നടക്കില്ലേ, ബേക്കറി ഒക്കെ ആയതുകൊണ്ടാണ് ബേക്കറി ഒന്നും നടക്കാത്തത്. അവിടെ നിന്ന് മാറാൻ സമയം കിട്ടില്ല. എനിക്ക് അനങ്ങല്ലേ? ഇല്ല 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 കഴിഞ്ഞ കാണിച്ചതാ, നോക്കട്ടെ. ഇല്ല ഇല്ല, താടി ഒന്ന് കട്ടാക്കാവേ. സത്യം നിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നീ മാത്രമേ ഉള്ളൂ. അതെ, അതാണ് പറയണത്, നമ്മൾ നല്ലത് ചെയ്താൽ ആരെങ്കിലും നമ്മളെ കൂടെ കാണുമെന്ന്. അതെ, അത് കാണും, ഉറപ്പായിട്ട് കാണും. അതാണ് ഇപ്പോൾ നോക്കിയാൽ കല്യാണത്തിന് നീ മാത്രമേ ഉള്ളൂ. അതെ, പ്രശ്നമൊന്നും ഉണ്ടാവും നോക്കണം കേട്ടോ. അവിടെ മറ്റേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയവും. അമ്മാരൊന്നും വരാനൊന്നുമില്ല. കണ്ണാടി നോക്കട്ടെ. അത് കഴിഞ്ഞ നേരെ നോക്കണേ. ഓക്കെ, അവിടെ ഒരു മുടി പൊങ്ങി ഇവിടെ ഓക്കെ. കണ്ണാടി നോക്കട്ടെ. ചിരിച്ചേ നല്ല രീതി. എങ്ങനെയുണ്ട്? എന്തോ കാണിച്ചു വെച്ചിരിക്കണേ? ഞാൻ ജീപ്പ് മുമ്പേ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഇത്രയും ദുഷ്ടത്തിനെ കാണിക്കല്ലേട്ടാ. ഞാൻ നിന്നെ ഒരു അനിയനെ പോലെ കണ്ടത്. അണ്ണൻ നല്ല രസമുണ്ട്. നേരിട്ടാണ് നീ എന്നെ കല്യാണം കണ്ണാടിയുടെ പ്രശ്നമാണ്. എന്നെ കാണാൻ എന്താ പോലെ. നീ എന്നെ കല്യാണത്തിന് കൊളാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തേരാടാ. ഞാൻ അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ എത്ര നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയാണ് ചെയ്യണത്, ഇങ്ങനെയാണോ ചോദിക്കുന്നത്? അത് നിനക്ക് മനസ്സിലായ? ഇത്രയും നല്ലൊരു ദിവസമായിട്ട് നീ ഇങ്ങനെ ചെയ്യാമോ? ഞാൻ എന്ത് എന്നാണ് പറയുന്നത്? നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ. ഈ എക്സ്പ്രഷൻ മാറ്റി ചിരിച്ചാണ്. നല്ല രസമുണ്ട്. ശരിക്കും നീ സത്യം പറ. നീ അവന്റെ അമ്മമാരത്ത് പൈസ വാങ്ങിച്ചില്ലേ എന്റെ കല്യാണം മുടക്കാനായിട്ട്? അറിയുന്നു. ആ പിന്നെ പോലീസിന്റെ പൈസ അന്നേരത്തെ ഞാൻ വാങ്ങിച്ചോ, എനിക്ക് തന്നില്ല. നിന്നോണ്ടല്ലോ ഞാൻ നിന്നെ ഒരു അനിയനെ പോലെ കണ്ടിട്ട് ഓടിച്ചു. അയ്യോ
ആ സാറേ, സാറ് പറഞ്ഞ ആളെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നീ ഇത്രയും ഫാസ്റ്റ് ആയിരുന്നാടേ? അതാണ് സാറേ ഈ ഗുണ്ട ചിഞ്ചു. നിന്നെ കണ്ടപ്പോ തോന്നൂല കേട്ടാ. പേരത്തോത് ഗുണ്ട ചിഞ്ചു. ഗുണ്ടക്കിടാൻ പറ്റിയ അരുമയായിട്ടുള്ള പേര്. എന്തൊരു പേരടാ. അതത്രേ ഉള്ളൂ സാറേ. ഈ പറഞ്ഞ പൈസ ഏയ്, വരമ്പത്ത് പണി പാടത്ത് കൂലി, അതാണ് എന്റെ പോളിസി, മനസ്സിലായി? അങ്ങനെയല്ലല്ലോ. പാടത്ത് കൂലി വരമ്പത്ത് ജോലി അങ്ങനെയല്ലേ? എങ്ങനെയാ പറയാ, നിനക്ക് പൈസ കിട്ടിയാ പോരെ? എനിക്കത് മതി സാറേ. ആ പിന്നെ നീ തട്ടിക്കൊണ്ട് വന്നതൊക്കെ ശരി തന്നെ, ദേവോദ്രം വല്ലതും ചെയ്ത? സാറേ ദേഹത്ത് തൊട്ടിട്ടില്ല. ദേഹത്ത് തൊട്ടിട്ടില്ല. ദേഹത്ത് തൊടാതെ എങ്ങനെയാ നീ തട്ടിക്കൊണ്ട് വന്നത്? അത് സാർ, അത് ഗുണ്ടകളുടെ ഒരു ടെക്നിക്കാണ്. ടെക്നിക്കാ? സോറി രുക്കു. துர்க்கி நாயே ஏன்டா ரிவெஞ்ச் பண்றியா? என்ன அவுத்து விடுறா. எங்க அப்பா யாரு தெரியல, உனக்கு சாவடிச்சு. ആരടാ പിടിച്ചോണ്ട് വന്നേ? രുക്കുവല്ല. എടാ, ഞാൻ ഫോട്ടോ കാണിച്ച പെണ്ണല്ല ഇത്. ഇത് അവിടുത്തെ തമിഴത്തി പ്രാതം. ആ ഫോട്ടോ പെണ്ണാണിത്. നീ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. നീ എവിടെ നിന്ന് പൊക്കി അവിടെ തിരിച്ചുകൊണ്ട് സാറേ, എന്റെ കൂലി എവിടെ? നിനക്ക് കരണത്താണ് തരേണ്ട കൂലി. ശരീരത്തിന് ചേരാത്ത ഡ്രസ് ഇട്ടുകൊണ്ട് ഇറങ്ങിക്കോളും ഗുണ്ടാ പണിക്ക്. പടാ സാറേ. അയ്യടാ എന്നതാണോ? പായസം പായസം. അമ്മവാ, ഓ കുറച്ച് ചോറെടുത്ത് രുക്കുവിന് വായിൽ കൊടുക്ക്. അയ്യേ അതൊന്നും വേണ്ട മോളെ. കൊടുക്കമ്മാവാ. വേണ്ട വേണ്ട, അതൊക്കെ ചുമ്മാ ക്ലീശ സാധനങ്ങൾ. വേണ്ട നീ മിണ്ടായിരിക്കും. നമ്മള് ഒരു സിനിമാറ്റോഗ്രാഫറിനെ അറിയാം. തല്ലി കൊല്ലവന്. വെള്ളം കൂടി. അതെ, കുശുമ്പ് പറയാൻ നേരത്തെ ആലോചിക്കാൻ എന്റെ പ്രാക്കടത്തേണ്ടി. അപ്പൊ അമ്മാവാ കൊടുക്ക്, വെച്ച് കൊടുക്ക്. വേണ്ടെന്ന് ചുമ്മാ മാവ, നമ്മള് ആണുങ്ങളുടെ വരെ പറയുന്നത്. ക്രിയേറ്റിവിറ്റി ഒന്നും നിനക്ക് പറയാൻ മനസ്സിലാവത്തില്ലടാ. ക്രിയേറ്റിവിറ്റി അതെനിക്ക് ക്രിയേറ്റിവിറ്റി ഒക്കെ മതി. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തല്ലുകൂടല്ലേ? ഇങ്ങനെയല്ലേ കാണിക്ക? അങ്ങനെ തന്നെ. ബോളി വാങ്ങാൻ മറന്നുപോയാ. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് വാങ്ങിച്ചൂടായിരുന്നോ? ഞാൻ കല്യാണത്തിൻ്റെ ബോളിയോട് വാങ്ങിക്കാം. കനകോ, നീ എങ്ക ഇരുந்த? കനകോ, അവൾക്ക് എന്നാച്ചടാ? എനിക്കറിയാം. എൻ്റെ അടുത്ത് ചോദിച്ചാ പായസം ചോദിച്ചാണോ? ചോദിച്ചോളാം. അങ്ങനെ ചോദിക്കാൻ പറ്റും. என்கிட்ட செஞ்ச இந்த துரோகத்தை நான் மறக்க மாட்டேன். இப்ப நான் போறேன், திரும்பி வருவேன். அச்சச்சோ, கனகோ நீ எங்க போறேன்டி? உன் தம்பிக்கு தெரியும், கேட்டு தெரிஞ்சுக்கோ. തമ്പിക്കാ? എന്താണ്ടാ? എന്താ അവള് പറഞ്ഞത്? തെരിയൂന്ന് എനിക്കറിഞ്ഞൂടാ. നീ അവളോട് എന്താ പറഞ്ഞത്? അവള് പിണങ്ങി പോവാൻ മാത്രം. അതൊന്നും പറഞ്ഞൊന്നുമില്ല. വായിച്ചുമ്മ ചുച്ചോ, അപ്പൊ കല്യാണത്തിന് വിളിക്കാത്തോണ്ടായിരിക്കും. ഞാൻ വിളിച്ച് വേണ്ട രീതി വിളിച്ചില്ല. അതുകൊണ്ട് തന്നെ അവള് പോയത്. കടവുളേ, നന്നായിട്ട് വിളിച്ച്. എന്നാച്ച്? നീ ഏതാ ബലൂൺ വേർപ്പിച്ചത്? ആ വേർപ്പീര്. നീ ബലൂൺ വെറുപ്പിക്കടാ, ബാക്കി ഞാൻ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊന്നും അല്ല വേർപ്പിക്കണം. വാങ്ങിക്കും. അടുത്തതൊന്ന് ഈ ഊതിയാ മതി. എടാ, നീ മറ്റേ ആ കനകനോട് എന്താ പറഞ്ഞേ? എന്തു പറഞ്ഞേ?
എടാ കനകി ഇപ്പൊ എന്നെ ശത്രുവിനെ പോലെ കാണുന്നേ. എന്തോ നീ പറഞ്ഞേ? എടി അതൊന്നും ഇപ്പൊ സംസാരിക്കണ കാര്യമല്ലല്ലോ. നീ നിന്റെ കാര്യം നോക്കുമ്പോട്ട് പൂ എടുത്തിട്ടാണ് അതിനകത്ത്. ഇപ്പോഴേ അത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നേരത്തെ കല്യാണത്തിന്റെ ആ ഗ്യാപ്പാണോ എനിക്ക് മിണ്ടാൻ പറ്റാണ്ടിരുന്നത്. എടാ കാര്യം പറടാ. എടാ ഞാൻ അവളുടെ അടുത്ത് ചുമ്മാ പറഞ്ഞ നീ അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. വിട് വിട്ടുകളാ. കാര്യമാണോ ചുമ്മാ പറയുന്നേ? എന്ത് കുഴപ്പം? കഷ്ടം. ഒരു കഷ്ടമല്ലേ ഇമാരിയാണോ പിടിച്ചത്? നീ ബലൂണല്ലേ പിടി. വിടല്ലേ പിടി പിടി പിടി. സമയല്ലേ പിടി പിടി വെച്ചോ. നിനക്ക് വല്ല കൃമികടിയുണ്ട്? നീ എന്തി കാണിക്കണം? എന്ത് കാണിക്കുന്നു? വൃത്തിയായിട്ടവനെ പരിപാടിക്ക് ആരെങ്കിലും കാണിക്കുവോ? പിന്നെ കിടക്കണം ബെഡിൽ. നീ എന്തിനാ ടെസ്റ്റ് ചെയ്യണത്? എടി ബെഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഫസ്റ്റ് നൈറ്റിനെല്ലാം സെക്യൂർ ആയിരിക്കണം. ഇതൊന്നും അറിയത്തില്ലേ? വൃത്തികെട്ടവൻ. അത് അവർക്ക് കിടക്കണം ബെഡിൽ. നീ എന്തിനാ അതിനകത്ത് കയറി നോക്കുന്നേ? എന്നെ തുടച്ചാ പോരെ? ഇറങ്ങി വാടാ. ഇറങ്ങി വരൂല നെല്ല്. എന്തോ കാണിക്കുന്നു? ഡെക്കറേറ്റ് ചെയ്യുന്നു. ഡെക്കറേറ്റ് ചെയ്യണ? എടി മന്ദബുദ്ധി, ബലൂൺ എടുത്ത് കട്ടിലിട്ട് കഴിഞ്ഞാൽ അവർ കിടക്കുമ്പോ പൊട്ടൂലേ? ഓർത്തില്ല. ബുദ്ധി വേണം ബുദ്ധി. വല്ലപ്പോഴൊക്കെ ഫസ്റ്റ് നൈറ്റ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാവത്തുള്ളൂ. വല്ലപ്പോഴൊക്കെ ഫസ്റ്റ് നൈറ്റ് അറ്റംപ്റ്റ് ചെയ്യണോ? തോന്നിയ ദിവസം വേണ്ടല്ലോ നല്ല ഇടി വെച്ചരു ഞാൻ. നീ കുറെ നാളായിട്ട് ഇടിക്കി പിടിക്കുന്നു പറഞ്ഞില്ല. നീ എന്നിട്ട് ചോദിക്കണം എന്നെ അങ്ങോട്ട് ഇടിക്കോടാ. തൊട്ട് നോക്കിയാണ് നീ. കൈ ചൂണ്ടിയാലോ കൈ മാറ്റടാ. ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന ബെഡാണെന്ന് ഞാൻ മേടിക്കില്ല. എടുത്തിട്ട് ചാമ്പും ഞാൻ. എന്നെയോ? ആ പട്ടി കേറി ഇരുന്നിട്ട് പോരാ. എല്ലാവരും വെടി കയറി. എനിക്കല്ലേ രണ്ടുപേരും ഈ മുറിന്ന് ഇറങ്ങിപ്പോ. ചെക്കനും പെണ്ണും വേറെ സമയായി. ഇറങ്ങിപ്പോ. ഇറങ്ങിയാ പോരെ? ഇത് എന്ത് കഷ്ടം. അത് ശരിക്കും വിരിക്കേ വിരിക്കാന്ന്. ആ ചാരു ഒന്ന് പതുക്കെ. എന്താ ചുമ്മാ അങ്ങോട്ട് വിളിക്കട്ടെ വിളിക്കട്ടെ. ആ വേസ്റ്റ് എടുത്ത് കളാം. അണ്ണാ വാങ്ങോ. എന്റെ തല വാങ്ങണ്ട. ഓ അമ്മാവാ, ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മണിയറയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെ ഇഷ്ടമായോ? ഇത് മതി മോളെ. നിങ്ങൾ ഇത്രയൊക്കെ തന്നെ ചെയ്ത് തന്നെ വളരെ ഉപകാരം. ഞാനാണ് ചെയ്തത്. നന്ദി പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ കിടന്നോളൂ. പല്ല് വീഴും. പിന്നെ രണ്ടുപേരും ഈ പാല് പാതി പാതി കുടിക്കണം കേട്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് നോക്കി നിക്ക? പാതി പാതി കുടിക്കണം. മുറിന്ന് ഇറങ്ങിപ്പോ. ചെല്ല് ഇറങ്ങിപ്പോ. ചെല്ല്. രണ്ടും. അപ്പൊ ഞാൻ പറഞ്ഞതോ ഞാൻ വരിക കേട്ടല്ലോ. അപ്പൊ രണ്ടുപേർക്കും തിരുമണം നൽവാഴ്ത്തിക്കൾ. പെരുമാളെ അണ്ണന്റെ വെക്കം കണ്ടിട്ട് എനിക്ക് വെക്കം വെക്കുമാ വരുത്. പോട്ടെ. ഗുഡ് നൈറ്റ്. ശരി. അടക്കില്ലേ? ഒരു സെക്കൻഡ്. എന്നടാ ഇത്? ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. പോടാ പോടാ.